നമ്മൾ ഈ വിശുദ്ധരെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധർ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ ഇന്ന് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ പലതും ശാസ്ത്രം പറയും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അതിൽ പലതും കെട്ടുപോയതാണ്. പക്ഷേ പ്രകാശ വർഷങ്ങൾ താണ്ടി ഭൂമിയിലുള്ള മനുഷ്യർ അവയുടെ പ്രകാശം ഇപ്പോൾ കാണുമ്പോൾ അത് ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷം മുമ്പ് കെട്ടുപോയ നക്ഷത്രത്തിന്റെ പ്രകാശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന്. വിശുദ്ധ ഇതുപോലെയാണ്. ഒരുപക്ഷെ അവർ നമ്മിൽ നിന്ന് വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവരാണെങ്കിലും അവർ അവശേഷിപ്പിച്ച വിശുദ്ധിയുടെ പ്രകാശം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധരെ നക്ഷത്രങ്ങൾ പോലെയാണ് വിശുദ്ധരെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അങ്ങനെയുള്ള രണ്ട് നക്ഷത്രങ്ങളെയാണ് ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ അൾത്താരയിലേക്ക് ഉയർത്തുന്നത്. അവർ ഈ കാലഘട്ടത്തിന്റെ യൗവനത്തിന്റെ മുഴുവൻ ആവേശവും ഉൾക്കൊണ്ടവരായിരുന്നു. അവർ യൗവനത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും അത് ജീവിച്ച മനുഷ്യരായിരുന്നു. അതുകൊണ്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ വളരെ പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, നസ്രത്തിലെ യേശുവിനെ അനുഗമിക്കേണ്ടതിന്റെ പേരിൽ ജീവിതത്തിലെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കണമെന്ന് നിങ്ങളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് അദ്ദേഹം യുവജനങ്ങളോട് ചോദിക്കുന്ന ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരമാണ്, ആ ചോദ്യത്തിന്റെ മുഴുവൻ സാരവും ഇവരുടെ രണ്ടുപേരുടെ പിയർ ജോർജോ ഫ്രസാത്തിയുടെയും കാർലോ അക്വിത്തിസിന്റെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൗവനത്തിന്റെ കൗമാരത്തിന്റെ സന്തോഷങ്ങളെ ആനന്ദങ്ങളെ ഒന്നും ഒട്ടും ഉപേക്ഷിക്കാതെ തന്നെ നസ്രത്തിലെ യേശുവിനെ അനുഗമിക്കാൻ പറ്റും, അവന്റെ സാക്ഷ്യം കൊടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പാഠമാണ് ഈ രണ്ട് ചെറുപ്പക്കാർ ഇന്ന് ഉയർത്തിക്കാട്ട്. ഞാൻ വിചാരിക്കുന്നു 21ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രോജ്വലമായ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ്. രണ്ട് ചെറുപ്പക്കാർ 24 വയസ്സും 15 വയസ്സും മാത്രം ഈ ലോകത്തിൽ ജീവിച്ച അവർ, എന്നാൽ ഈ ലോകത്തിന്റെ ഒരു അഴുക്കും പുരളാതെ അവർ ഈ ലോകത്തിൽ നിന്ന് ചില അവശേഷിപ്പുകൾ നീക്കി വെച്ചിട്ട് കടന്നു പോവുകയാണ്. ഓരോ വിശുദ്ധരുടെയും ഓർമ്മ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് അവശേഷിപ്പിക്കുന്നത് അതാണ് ഓർമ്മയായിട്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറയും അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒക്കെ നമ്മളെ ഓർക്കാൻ കാരണമാവുന്നത് നമ്മൾ അവശേഷിപ്പിച്ചതാണ്. അപ്പോൾ 1901 ജനിച്ച് ഒരുപക്ഷെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഭീകരമായ കാലഘട്ടത്തിൽ ജീവിച്ച് ഫാസിസത്തിന്റെ മുന്നേറ്റങ്ങളെ ഒക്കെയും കണ്ട പിയർ ജോർജോ ഫ്രസാത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 24ാമത്തെ വയസ്സിൽ 1925 മരിക്കുമ്പോൾ അത്രയും ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ന് ഒരു നൂറ്റാണ്ടിനിപ്പുറം നമ്മൾ അദ്ദേഹത്തെ അത്രമേൽ ഓർക്കുന്നു. ഒരുപക്ഷെ നേരത്തെ ഈ ചെറുപ്പക്കാരനെ, വിശുദ്ധനെ നമുക്കറിയാൻ സാധിച്ചില്ലല്ലോ, അദ്ദേഹത്തെ വായിക്കാൻ പറ്റിയില്ലല്ലോ, അദ്ദേഹത്തിന്റെ ദീപ്തമായ മാതൃകകളെ കുറിച്ചും കൂടെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ, സഭയുടെ വിചാരങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടുമാറ് അദ്ദേഹത്തെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. 100 വർഷത്തിനിപ്പുറം അദ്ദേഹം അവശേഷിപ്പിച്ചിട്ട് പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പിയർ ജോർജ് ഫ്രസാത്തിയുടെ ഒരു ജീവിതം, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡിങ് ഓഫ് പ്രയർ ആൻഡ് ആക്ഷൻ. പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഒരു മനോഹരമായ സമ്മേളനമാണ് നമ്മൾ ആ ജീവിതത്തിൽ കണ്ടത്. അപ്പോൾ പ്രാർത്ഥന മാത്രമല്ല ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത്, അതിൽ ഒരു പ്രവൃത്തി കൂടി വളരെ അന്തർലീനമായിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ഒക്കെ ലേഖനത്തിൽ വളരെ ശക്തമായി പറയുന്ന അവിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള അപാരമായ ഒരു പാരസ്പര്യം, പൊരുത്തം നമ്മൾ കാണുന്ന ജീവിതമാണ് പിയർ ജോർജോ ഫ്രസാത്തിയുടെ ജീവിതം. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ലയോ 13 മാർപ്പാപ്പയുടെ റേരുന്നവാരുവിലൂടെ പുറത്തു വന്നെങ്കിൽ ഈ കാത്തലിക് സോഷ്യൽ ടീച്ചിങ്ങിനെ ഏറ്റവും ശക്തമായി ഏറ്റെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഫ്രസാത്തി എന്ന് പറയുന്നത്. അദ്ദേഹം തൊഴിലാളികൾക്കിടയിൽ, അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ലോകമഹായുദ്ധത്തിന്റെ കെടുതികളിൽ ഏറ്റവും അധികം അത് അനുഭവിച്ചത് പട്ടാളക്കാരാണ്. ഈ പട്ടാളക്കാരുടെ ഇടയിൽ, അതുപോലെ ചേരികളിലെ മനുഷ്യരുടെ ഇടയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, സോഷ്യൽ റിഫോർമർ എന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്നത്, അതിന് സാക്ഷിയാകാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ കാലത്തിന് ചേർന്ന വിശുദ്ധരെ സഭ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കാലത്തിന് ചേർന്ന വിശുദ്ധർ. ഇനി കാർലോ അക്വിത്തിസിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ അനേക തവണ പറഞ്ഞതുപോലെ പരിശുദ്ധ കുർബാനയുടെ മഹാഭക്തനായിരുന്ന അദ്ദേഹം. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഇന്ന് ഇന്റർനെറ്റിനെയും അതുപോലെ വിവര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയൊക്കെ പലരും കാണുന്നത് നമ്മുടെ ആത്മീയതയ്ക്ക് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ കുട്ടികളെയൊക്കെ ഇന്നത്തെ കാലത്ത് കൗമാരക്കാരെയൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്, അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക്, അവരുടെ മൂല്യത്തിലുള്ള പരിശീലനത്തിന് പലപ്പോഴും ഇതൊരു തടസ്സമാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ
ഇതേ വിവര സാങ്കേതിക വിദ്യകൾ, ഇന്റർനെറ്റ്, വെബ്സൈറ്റ്, ഇതിന്റെ സാധ്യതകൾ സുവിശേഷ പ്രഘോഷണത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെറും 15 വയസ്സിൽ മാത്രം ജീവിച്ച കാർലോ അക്വിന്തിസ് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സാങ്കേതികതയുടെ വളർച്ച നമുക്കൊരു തടസ്സമല്ല, മറിച്ച് അത് യേശുവിനെ പ്രഘോഷിക്കാനുള്ള മനോഹരമായ ഒരു സാധ്യതയാണ് എന്ന് ഒരുപക്ഷെ നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ ഇപ്പോഴത്തെ മില്ലേനിയം കിഡ്സിന് കാണിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത ഉദാത്ത ജീവിതമാണ് കാർലോ അക്വിന്തിസിന്റെ. അദ്ദേഹം ലോകത്തിൽ നടന്ന ദിവികാരുണ്യങ്ങളെ കുറിച്ച് കോർത്തിണക്കിക്കൊണ്ട് നിർമ്മിച്ച വെബ്സൈറ്റ് സെഞ്ഞി എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ വിളിക്കുന്നത്. അടയാളങ്ങൾ എന്നാണ്. എത്രയോ മനോഹരമാണ്. നസ്രായനായ ഈശോയ്ക്ക് ലോകത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് കുർബാനയെങ്കിൽ അദ്ദേഹം ആ പരിശുദ്ധ കുർബാനയുടെ മഹാഭക്തനായി ജീവിക്കുന്നു. എല്ലാ സാങ്കേതിക പരിജ്ഞാനവും അദ്ദേഹം യേശുവിനെ ലോകം അറിയുന്നതിന് വേണ്ടി, ഓർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വിശുദ്ധർ നമ്മുടെ കാലത്തിന് ചേർന്ന രണ്ട് വിശുദ്ധരാണ്. ഈ കാലത്തെ ചെറുപ്പക്കാരെ, കൗമാരക്കാരെ പ്രചോദിപ്പിക്കാൻ വളരെ അവരുടെ ജീവിതങ്ങളും ഈ ഒരു വിശുദ്ധ പദവി പ്രഖ്യാപനങ്ങളും ഇന്ന് അവർ സഭയുടെ അൾത്താരിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് വലിയൊരു കാരണമാകുന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ കാർലോ അക്വിന്തിസിനെ കുറിച്ച് പറയുമ്പോൾ മുൻപ് സൂചിപ്പിച്ചാണ്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അന്റോണിയ സൽസാനയും അതുപോലെ ആന്ത്രേ അക്വിന്തിസും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇതിനു മുമ്പ് രണ്ട് വിശുദ്ധരുടെ കാനനൈസേഷൻ ചടങ്ങിലാണ് അവരുടെ മാതാപിതാക്കൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഫാത്തിമയിലെ അത്ഭുതമായ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായ ഫ്രാൻസിസിന്റെയും ജസീന്തയുടെയും മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ വിശുദ്ധരാകുന്നത് കാണാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുപോലെ തന്നെ വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളായ ലൂയിസ് മാർട്ടിനും അതുപോലെ തന്നെ സെലി മാർട്ടിനും തങ്ങളുടെ മകൾ പരിശുദ്ധ സഭയുടെ അൾത്താരയിൽ ഓർമ്മിക്കപ്പെടുന്നത്, വിശുദ്ധരുടെ ഗണത്തിൽ അവളുടെ പേര് ആലപിക്കപ്പെടുന്നത് കേൾക്കാനും കാണാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ട് ഇതൊരു സുകൃതം നിറഞ്ഞ ഒരു വളരെ അസുലഭമായിട്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ്. അതുപോലെ തന്നെ ഇത് യൗവനത്തിന്റെ ഒരു ആഘോഷമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ വത്തിക്കാനിലെ തത്സമയ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത്. ചെറുപ്പക്കാർ ആഘോഷിക്കുകയാണ് നസറായനായ ഈശോയെ. എങ്ങനെയാണ് രണ്ട് ചെറുപ്പക്കാർ, ഒരാൾ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണെങ്കിൽ മറ്റൊരാൾ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു, രണ്ടുപേരും തങ്ങളുടെ എല്ലാ സിദ്ധികളും യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് എത്രയോ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലത്തെ കൗമാരക്കാർക്ക്, ചെറുപ്പക്കാർക്ക് മനോഹരമായിട്ടുള്ള രണ്ട് മാതൃകകൾ ഇന്ന് നമ്മൾ വത്തിക്കാനിൽ സഭ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, വിശുദ്ധരുടെ ആ ഒരു വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ, നാമകരണ ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. വത്തിക്കാനിലെ എല്ലാ ചടങ്ങുകളും, കത്തോലിക്ക സഭയുടെ ചടങ്ങുകളൊക്കെ എന്ന് പറയുന്നത് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആത്മീയ അനുഭവം സമ്മാനിക്കുന്നതാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? അതിന്റെ വിശദാംശങ്ങൾ കൂടി അങ്ങനെ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും നമ്മളുടെ വത്തിക്കാന്റെ തിരുക്കർമ്മങ്ങളൊക്കെയും വളരെ മനോഹരമായി അത് ക്രമീകരിക്കുന്നതാണ്. അതിന്റെ ആ ക്രമീകരണം കൊണ്ട് അത് അങ്ങേയറ്റം, അതുപോലെ തന്നെ ലളിതവും സുന്ദരവുമായ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ്. ഇന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ സമയം 10 മണിക്ക് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആരംഭ ഭാഗത്താണ് പിയർ ജോർജോ ഫ്രസാത്തിയെയും അതുപോലെ തന്നെ കാർലോ അക്വിന്തിസിനെയും പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയും സഭയുടെ വണക്കത്തിനായിട്ട് അവരെ ഉയർത്തുകയും ചെയ്യുന്ന ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ സഹകാർമ്മികനാകുന്ന ഒരാളെ കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത്, വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകളുടെ നടപടികളുടെ കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കാർഡിനൽ മർസെല്ലോ സെമരാരോ, അദ്ദേഹമാണ് ഈ ഒരു ചടങ്ങിൽ, കാർഡിനൽ മർസെല്ലോ സെമരാരോ, അദ്ദേഹം ഈ ചടങ്ങിൽ പാർപ്പായുടെ കൂടെ അദ്ദേഹം സഹകാർമ്മികനാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇവരുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള ബിഷപ്പ് മെത്രാന്മാരും അതുപോലെ അങ്ങനെ അവരുമായി വളരെ അടുത്ത് പരിചയിച്ചിട്ടുള്ളവരും ഒക്കെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടാവും. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ടാവും. വളരെ പ്രത്യേകമായ കാര്യം, ഇത് രണ്ടുപേർ ഇറ്റാലിയൻ വിശുദ്ധരാണ് എന്നുള്ളതാണ്. രണ്ടുപേരുടെയും, ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്ത്, യഥാർത്ഥത്തിൽ കാർലോ അക്വിന്തിസ് ലണ്ടനിലാണ് ജനിച്ചതെങ്കിൽ അദ്ദേഹം മിലാനിൽ ആണ് വളരുന്നത്. പിയർ ജോർജോ ഫ്രസാത്തി ടൊറീനോ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ നോർത്തേൺ ഇറ്റലിയിലുള്ള നഗരത്തിലാണ് അദ്ദേഹം ജനിക്കുകയും വളരുകയും ചെയ്തത്. അപ്പോൾ രണ്ടുപേരും ഇറ്റാലിയൻ വംശജരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇറ്റലി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക രാജ്യത്തിന്റെ ഒരു ദേശീയ വികാരം കൂടെ നമ്മൾ ഈ ഒരു ചടങ്ങിലൊക്കെയും കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ ആരംഭ ഭാഗത്ത്, നമ്മൾ ഈ പ്രൊസഷൻ വന്ന് അൾത്താരയിലേക്ക് വന്ന ആരംഭ ഭാഗത്താണ്
വിശുദ്ധരുടെ നാമകരണ നടപടി, അത് ഫോർമുല ഓഫ് ദ കാനണൈസേഷൻ, ഈ ചടങ്ങ് ജോർജി നമ്മൾ നടക്കുന്നത്. അതിനുശേഷം തുടർന്ന് വിശുദ്ധ കുർബാനയും മാർപ്പാപ്പയുടെ ഇന്നത്തെ സന്ദേശവും അതിനെ തുടർന്ന് പരിശുദ്ധ കുർബാന അർപ്പണവുമായിട്ട് വളരെ ലളിതവും എന്നാൽ മനോഹരവുമായിട്ടുള്ള ഒരു തിരുക്കർമ്മമാണ് ഇന്ന് നമ്മൾക്ക് ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് വത്തിക്കാനിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നു. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിന്റെ മാതാപിതാക്കൾ നേരിട്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു. അപ്പോൾ യുവജനങ്ങൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു വിശുദ്ധ പദവി പ്രഖ്യാപനം അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർലോയുടെ ജീവിതം വലിയൊരു പ്രചോദനം നൽകുന്നുണ്ട്. അത് വളരെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മുടെ തലമുറ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം കണ്ട് മക്കൾ പഠിക്കുകയാണെങ്കിൽ, ഇന്നത് മക്കളെ കണ്ട് മാതാപിതാക്കൾക്ക് പഠിക്കാൻ പറ്റുന്നു, അവരുടെ വിശ്വാസം കണ്ട് മാതാപിതാക്കൾ വിശ്വാസമുള്ളവരായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു വലിയ സാക്ഷ്യം കൂടി ആകുകയാണ് അവരുടെ രണ്ടുപേരുടെ. അപ്പോൾ നമുക്കിടയിലും ധാരാളം വളരെ തീഷ്ണമതികളായിട്ടുള്ള വിശുദ്ധിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഈ കാലത്ത് കാണുന്നുണ്ട്. ഇവരെ പോലെയൊക്കെ തന്നെ ഒരുപക്ഷെ ഇവരെയൊക്കെ അങ്ങേയറ്റം ദീപ്തമായി അനുകരിക്കുന്ന, ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരള സഭയിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് മരിച്ച അജന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമുക്കിടയിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. തീർച്ചയായിട്ടും കാർലോ അക്വിറ്റസിന്റെയും പിയർ ജോർജോ ഫസാത്തിയുടെയും ഈ ഒരു വിശുദ്ധ നാമകരണ നടപടി നമുക്കിടയിലുള്ള ഇങ്ങനെയുള്ള കൗമാര വിശുദ്ധരായ യുവജനങ്ങളെ നമുക്ക് തിരിച്ചറിയുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്, അവരിലൂടെ ഈ കാലഘട്ടത്തിന്റെ വിശ്വാസം വളർത്തുന്നതിന് ഒരു കാരണമാകും. ബെനഡിക്ട് മാർപ്പാപ്പ യുവജനങ്ങളോട് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ യൗവനത്തിന്റെ സൗന്ദര്യം സഭയ്ക്ക് കൊടുക്കണം. അതില്ലെങ്കിൽ സഭ സമൂഹ മധ്യത്തിൽ വിരൂപയായിട്ട് വാർദ്ധക്യത്തിന്റെ ചുളിവുകളുള്ളവളായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ആ ഒരു നമ്മുടെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ വിശ്വാസത്തിന്റെ ഒരു ദീപ്തി നമ്മുടെ സഭയ്ക്ക് കിട്ടുമ്പോൾ നമ്മുടെ സഭ ഒരു നിത്യ യൗവനമായിട്ട് മാറുമെന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളെ നമ്മൾ നോക്കി കാണേണ്ടത്.